When Mahatma Gandhi ji talked about freedom, he talked about freedom of each and every individual, each and every citizen of India. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്. And when he talked about democracy, he talked about democracy going to every single village, every single home. അതുപോലെ തന്നെ അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരിച്ചത് എല്ലാ ഗ്രാമങ്ങളിലും, ഈ രാജ്യത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും ആ ജനാധിപത്യം എത്തിപ്പെടുന്നതിനെ സംബന്ധിച്ചാണ്. It was in fulfillment of this dream of Mahatma Gandhi ji's that the Panchayati Raj Act was brought in by Rajiv Gandhi ji in the 80s. 1980-കളിൽ രാജീവ് ഗാന്ധി ഈ പഞ്ചായത്തി രാജ് നിയമം കൊണ്ടുവന്നത് ഗാന്ധിജിയുടെ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിട്ടാണ്. And it gives me great pride to see the way that panchayats function in Kerala. അത് എനിക്ക് വലിയ അഭിമാനം നൽകുകയാണ്. ഈ കേരളത്തിൽ പഞ്ചായത്തുകൾ പ്രവർത്തിക്കുന്ന രീതി കാണുമ്പോൾ വലിയ രീതിയിലുള്ള അഭിമാനം എനിക്ക് തോന്നുകയാണ്. My first experience of this was when I came here during the terrible disaster that the landslide caused. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ എൻ്റെ അനുഭവം ഉണ്ടായത് ഈ മുണ്ടകൈ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടൽ സംബന്ധിച്ച എൻ്റെ ദുരന്തത്തെ സംബന്ധിച്ച് ഞാൻ ആദ്യമായി ഇവിടെ എത്തിയപ്പോഴാണ്. On one side I saw devastation, great pain, great suffering, people losing everything they had, their families, their livelihoods, their homes, their businesses, schools being washed away. ഞാൻ ഒരു ഭാഗത്ത് കണ്ടത് സ്കൂളുകൾ, അതുപോലെ തന്നെ കുടുംബങ്ങൾ ഇല്ലാതെയാകുന്ന ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർ, കടകൾ നഷ്ടപ്പെട്ടവർ, വീടുകൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ വലിയ തരത്തിലുള്ള ദുരന്തവും വേദനയുമാണ് ഒരു ഭാഗത്ത് ഞാൻ കണ്ടത്. And in the middle of all that, even in the middle of that disaster that was taking place, where people were homeless, camps were being set up, I could not help but notice the efficiency and the dedication and commitment with which the panchayat members were working. അതിന്റെ ആ ദുരന്തത്തിന്റെ എല്ലാം നശിച്ച ആ ദുരന്തത്തിന്റെ നടുവിൽ നമ്മുടെ ദുരന്ത ക്യാമ്പുകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സമയത്തെല്ലാം ആ വേദനയുടെ എല്ലാം നടുവിൽ ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടത്. In that moment of difficulty and suffering, it did not matter which party they belonged to. It did not matter whether they were men or women. It did not matter what their profession was. Every single person was focused only on helping those who had suffered, those who were the victims of the disaster. ആ ദുരന്തത്തിന്റെ എല്ലാ നടുവിൽ വീടുകൾ നഷ്ടപ്പെട്ടവർ ഉൾപ്പെടെ എല്ലാ ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഏത് പാർട്ടിയിൽ പ്രവർത്തപ്പെട്ടവർ എന്നുള്ളതില്ല, ഒരു പ്രതിബന്ധവുമില്ലാതെ ആ ജനങ്ങളെ എല്ലാം സഹായിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരെയും ജനങ്ങളെയുമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. And when I attended the panchayat meeting with my brother, I was struck by the amount of information and the efficiency with which each panchayat member had been going about providing relief. ഞാൻ പിന്നീട് ആ അവലോകന യോഗത്തിൽ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയോടൊപ്പം സംബന്ധിച്ചപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളുടെ ഏറ്റവും വലിയ കാര്യക്ഷമമുള്ള പ്രവർത്തനമാണ് ഞാൻ കണ്ടത്. അവരുടെ കയ്യിൽ എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. എവിടെയാണ് എന്താണ് പ്രശ്നം എന്നതിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കയ്യിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് അംഗങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചു. For me it was the first glimpse of the courage, the strength and the resilience of the people of Wayanad. എന്നെ സംബന്ധിച്ചോളം വയനാടിലെ ജനങ്ങളുടെ പ്രതിരോധത്തിന്റെ ശക്തിയെയും അവരുടെ ധൈര്യത്തെയും അസാമാന്യമായ കരുത്തിനെയും പ്രതീകരിക്കുന്ന ആദ്യത്തെ ദൃശ്യമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് എത്തിയത്.